അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയോട്. ഇന്ന് ഒക്ടോബർ 16, വിശുദ്ധ ഡോൺ ബോസ്കോ കുട്ടികൾക്കായി തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന കാലം. മമ മാർഗരേറ്റ് ഡോൺ ബോസ്കോയോടൊപ്പം താമസിച്ച് കുട്ടികൾക്ക് ഒരു അമ്മയായി നിലകൊണ്ടു. 1856 നവംബർ 25 മമ മാർഗരേറ്റ് മരിച്ചു. ഡോൺ ബോസ്കോ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, അമ്മേ, ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും ഭൗതിക തലത്തിൽ ഒരു അമ്മയില്ലാതായിരിക്കുന്നു. അതിനാൽ അവിടുന്ന് ഞങ്ങൾക്ക് എന്നും അമ്മയായി അരികിലുണ്ടാകണമേ. അന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം കൂടുതലായി ഡോൺ ബോസ്കോ അനുഭവിച്ചു വരുന്നു. ഭൗതിക മാതാവിൻ്റെ വേർപാടിൽ മക്കൾക്ക് സ്വർഗീയ മാതാവ് കൂടുതൽ സമീപസ്ഥയാകുന്നു. മാതൃസ്നേഹത്തിൻ്റെ കുറവുകൾ പരിഹരിച്ച് സ്വർഗീയ അമ്മ മക്കളെ പാലിക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. മാതൃസ്നേഹക്കുറവിൽ മനുഷ്യ മക്കൾക്ക് ആശ്രയിക്കാൻ ഒരു സ്വർഗീയ അമ്മയെ നൽകിയ ദൈവത്തിൻ്റെ കാരുണ്യം എത്രയോ വലുത്. നമുക്കും പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഡോൺ ബോസ്കോയെ നീലമേലങ്കിയിൽ പൊതിഞ്ഞതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ ഈ ഭൗതിക ജീവിതത്തിൽ അമ്മയുടെ നീലമേലങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽ, കുറവുകളിൽ, പോരായ്മയിൽ അമ്മയുടെ സ്നേഹമായി തണലായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ആമേൻ.